എടുത്തു എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് എന്താ? എടുത്തു. ഒറ്റുക്കെന്ന് എല്ലാവരും പറഞ്ഞല്ലോ അല്ലേ? വേറൊരു രീതിയിലും കൂടെ എടുത്തു എന്ന് പറയും. എങ്ങനെയാ പറയാ? വാസ് ടേക്കൺ അല്ലെങ്കിൽ വെയർ ടേക്കൺ. എടുക്കപ്പെട്ടു എന്ന് പറയരുത് ഇതിനെ. സംസാര ഭാഷയിൽ നമുക്ക് എടുത്തു എന്ന് തന്നെ പറഞ്ഞാൽ മതി. വാസ് ടേക്കൺ, വെയർ ടേക്കൺ. എക്സാമ്പിൾ നോക്കാം. ഞാൻ എന്നുള്ള കഥാപാത്രത്തിൽ തുടങ്ങിയ ആക്റ്റീവാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ ടിക്കറ്റ് എടുത്തു. ഐ ടുക്ക് ദ ടിക്കറ്റ്. അതെല്ലാവർക്കും അറിയാം. ടിക്കറ്റിൽ തുടങ്ങുമ്പോഴാണ് കളി മാറണേ. അപ്പോഴാണ് നമ്മുടെ വാസ് ടേക്കൺ വരേണ്ടത്. ടിക്കറ്റ് വാസ് ടേക്കൺ. കണ്ട, ടിക്കറ്റുകൾ ഞാൻ എടുത്തു എന്നാണെങ്കിലോ, അപ്പോൾ ഒത്തിരി ടിക്കറ്റ് ഉണ്ട് എങ്കിലോ, ഇത് ടിക്കറ്റ്സ് were taken by me. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. രാമൻ പാമ്പിനെ കൊന്നു. നമ്മൾ സാധാരണ കേട്ട് ശീലമുള്ളൊരു സെന്റൻസ് ആണിത്. രാമൻ പാമ്പിനെ കൊന്നു എങ്കിലോ, രാമ കിൽഡ് ദ സ്നേക്ക്. അത് എളുപ്പമാണ്. നീ സ്നേക്കിൽ തുടങ്ങൂ, അപ്പോഴേ കളി മാറി. അപ്പോഴാണ് കൊന്നു എന്നുള്ളതിന് വാസ് കിൽഡ് എന്നുള്ള പ്രയോഗം വരിക. ദ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമ. മനസ്സിലാവുണ്ടോ? പച്ചക്കറികൾ അവൾ കഴിച്ചു എങ്കിലോ, പച്ചക്കറികൾ ഒരുപാടുണ്ടേ. അപ്പോഴോ, ദ വെജിറ്റബിൾസ് വെയർ ഈറ്റൺ ബൈ ഹർ. കണ്ട, അവൾ പച്ചക്കറി തിന്നു എന്ന് പറയാൻ നമുക്ക് ഇപ്പോഴേ അറിയാം. ഷീ എയ്റ്റ് വെജിറ്റബിൾസ്. മനസ്സിലായോ? വളരെ ലളിതമായി തന്നെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാം, പഠിക്കാം. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. ഗ്രാമർ ഇങ്ങനെ കുഞ്ഞിന്ന് മാത്രം പഠിച്ചതുകൊണ്ടാവില്ല കേട്ടോ. സന്ദർഭങ്ങളെ പറയാൻ പഠിക്കണം. തുടക്കത്തോട്ട് ഒടുക്കം വരെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് അത് ആദ്യം നന്നായിട്ട് പഠിപ്പിച്ചു തരും. എന്നിട്ട് ഒരു അധ്യാപികയുടെ കൂടെ എന്നും നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം, ഒറ്റയ്ക്ക്. സോ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്.